വാട്ട് ഇഫ് ഐ ലീവ്? ഓക്കെ, ഇതിന് ശേഷം എന്ത്? ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതോ സ്വപ്നം കണ്ടതോ ഒന്നും ഇതല്ല. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം ഒന്ന് ജീവിച്ച് തുടങ്ങിയാലോ, ഒന്ന് ജീവിതം ആസ്വദിച്ച് തുടങ്ങിയാലോ? അങ്ങനെ ചോദിക്കുന്നിടത്ത് ലൈഫ് ബിഗിൻസ്. ഓക്കെ, നിങ്ങളുടെ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെയും മുഖത്തേക്ക് നോക്കി ഇന്ന് കോൾഡ് വാർ ആണോ അതോ ഷൗട്ടിംഗ് ആണോ, അതല്ലെങ്കിൽ രാത്രി നിങ്ങളുടെ ഷൗട്ടിങ് സഹിക്കാൻ വയ്യാതെ ചെവി കുത്തിയിരിക്കുന്ന ഒരു കുഞ്ഞാണോ നിങ്ങൾക്ക് വേണ്ടത്? അതാണ് നിങ്ങളുടെ കുഞ്ഞ് ഡിസേർവ് ചെയ്യുന്നത്. യുവർ ചൈൽഡ് ഡിസേർവ്സ് ഓൾവേസ് ബെറ്റർ. ഓക്കെ, സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു അമ്മയാണ് വേണ്ടേ, അല്ലാതെ കഷ്ടപ്പെട്ട് നാട്ടുകാർക്ക് വേണ്ടി ചിരിക്കുന്ന ഒരു അമ്മേനെ അല്ല നിങ്ങളുടെ കുഞ്ഞ് ഡിസേർവ് ചെയ്യുന്നത്. ഓക്കെ, സി, വൺസ് നിങ്ങൾ ഇറങ്ങിപ്പോകാൻ, ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ യു ആർ ടീച്ചിങ് എ ചൈൽഡ്. ഓക്കെ, നമ്മളെ വേദനിപ്പിക്കുന്നിടത്ത്, നമ്മളെ വിലയില്ലാത്തിടത്ത്, നമ്മളെ ചവിട്ടി തേക്കുന്നിടത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിൽക്കുന്നതല്ല സ്നേഹം. ഇറങ്ങിപ്പോകാനുള്ള ശക്തി നമ്മൾക്ക് വേണം എന്നാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ യു ആർ നോട്ട് ആക്ച്വലി ബ്രേക്കിംഗ് അവർ ഫാമിലി. നമുക്ക് സ്ഥിരം വരുന്നൊരു തോട്ട് ഇതാണ്, യു ആർ നോട്ട് ബ്രേക്കിംഗ് ഇറ്റ്, യു ആർ റീബിൽഡിങ് ഇറ്റ്. ഹോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത് ഒരു സേഫ് സ്പേസ് ആണ്. സത്യസന്ധമായ സ്നേഹവും കരുണയും വേണ്ടുന്ന സ്ഥലമാണ് വീട് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. ഓൾവേസ് യു ആൻഡ് യുവർ ചൈൽഡ് ഡിസേർവ്സ് ബെറ്റർ.